ഞാൻ റാണി രജനി, സൈക്കോളജിസ്റ്റാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ 2 അമ്മമാരെ കണ്ടുമുട്ടി. അതിലൊരു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് തൻ്റെ കൗമാരക്കാരനായ കുട്ടി ആവശ്യപ്പെടുകയാണ് കൗൺസിലിംഗ് വേണമെന്ന്. പക്ഷെ കുട്ടിയുടെ അച്ഛൻ സമ്മതിക്കുന്നില്ല. രണ്ടാമത്തെ അമ്മ എന്നോട് പറഞ്ഞത് തൻ്റെ കുട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ള മനസ്സിലാക്കുന്നുണ്ട്, പഠനത്തിലേക്ക് വളരെ പിന്നോക്കമാകുന്നു, കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഉറക്കമൊന്നും കിട്ടുന്നില്ല. അപ്പം ഞങ്ങൾ പോകുന്ന മതപഠനശാലയുണ്ട്, അവിടെ തൻ്റെ കുട്ടിയെ കൊണ്ടുപോയി അധ്യാപകനെ കാണിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്നെന്നോട് ചോദിച്ചു. എനിക്ക് നിങ്ങളൊക്കെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ദിനം പ്രതി എന്ന് ന്യൂസ് പേപ്പർ എടുത്താലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് കുട്ടികള് സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് അല്ലേ. കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ചാടുന്നു, തൂങ്ങിച്ചാവുന്നു, 6ാം ക്ലാസ്സിലെ കുട്ടികൾ മരിക്കുന്നു അല്ലേ. അപ്പം നമുക്ക് എവിടേക്കോ കുട്ടികളുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കിയാൽ പോലും നമുക്ക് കുട്ടിയെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ കൊണ്ടുപോകാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അപ്പൊ സംഭവിക്കുന്ന എന്താണ്, നമുക്ക് നമ്മളെ കുട്ടിയെ നഷ്ടപ്പെടും. നമ്മളെ കുട്ടി നമുക്ക് വിലപ്പെട്ടതല്ലേ. അപ്പൊ കറക്റ്റായിട്ട് ഈ സ്റ്റിഗ്മ എല്ലാം മാറ്റിവെച്ചിട്ട് നമുക്ക് നമ്മുടെ കുട്ടിയെ അവന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ട പ്രതിവിധി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അത് നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ തീർച്ചയായിട്ടും കൊണ്ടുവന്ന് കാണിക്കണം. ചിലപ്പോൾ കുട്ടികൾക്ക് പഠന പ്രശ്നങ്ങളാവാം, വൈകാരികമായ പ്രശ്നങ്ങളാവാം, ചിലപ്പോൾ വിഷാദമാവാം, ചിലപ്പോൾ വീട്ടിലത്തെ അന്തരീക്ഷം പോലും ആവാം. ചില ഘട്ടങ്ങളിൽ ഞാൻ കാണുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങള്, വീട്ടിലെ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുട്ടിയെ കൗൺസിലിംഗ് കൊണ്ടുപോകാൻ മടിയാണ്. കാര്യം കുട്ടി സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് എല്ലാം തുറന്നു പറയുമല്ലോ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് അച്ഛനോ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർ പറയും. അത് പേടിച്ചിട്ടും കുട്ടികളെ കൗൺസിലിംഗിന് കൊണ്ടുപോകാതിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയില്ലേ ജീവിക്കുന്നത്, നമ്മളും ജീവിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കുട്ടികളും സന്തോഷമായിട്ടിരുന്നാലേ നമുക്കും സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആരും ഒരു മടിയും വിചാരിക്കരുത്. കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ട സമയത്ത് കണ്ടെത്തി തക്കതായിട്ടുള്ള തെറാപ്പിയും ചിലപ്പോൾ വേണ്ടി വന്നാൽ മാനസികാരോഗ്യ വിദഗ്ധനെയൊക്കെ കാണിക്കേണ്ടി വന്നാൽ അതും എല്ലാം ചെയ്യണം. കാര്യം പല ഇപ്പം നമ്മൾ ഈ കാണുന്ന കഞ്ചാവ് അല്ലെങ്കിൽ പല പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നതും ഈ മാനസിക സംഘർഷങ്ങളൊക്കെ കുറയ്ക്കാനായിരിക്കാം. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കും, ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെയല്ലേ നമ്മൾ ചികിത്സിക്കാതിരുന്ന് അവർ ലഹരി പദാർത്ഥങ്ങളിലേക്കൊക്കെ എത്തിപ്പോകുന്നത് അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് സ്റ്റിഗ്മയെല്ലാം മാറ്റിവെച്ച് കുട്ടികളെ നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ ഒക്കെ കൊണ്ടുപോയി നമ്മളെ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കേണ്ടേ.